കൊച്ചിയിൽ നിന്നും ഞെട്ടിക്കുന്ന മറ്റൊരു ലഹരി വാർത്ത കൂടി പുറത്തുവരികയാണ്. കൊച്ചിയിൽ ലഹരിക്കടിമയായ 12 വയസ്സുകാരൻ 10 വയസ്സുകാരിയായ സഹോദരിക്ക് MDMA നൽകിയതായി കണ്ടെത്തി. വീട്ടുകാർ ഉറങ്ങിക്കഴിയുമ്പോഴാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടി വീട്ടിൽ നിന്നും ലഹരി ഉപയോഗത്തിനായി പോയിക്കൊണ്ടിരുന്നത്. ലഹരി ഉപയോഗിക്കുന്നതിനായി വീട്ടിൽ നിന്നും കുട്ടി 3 ലക്ഷം രൂപ മോഷ്ടിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യം ചോദ്യം ചെയ്തതിന് കുട്ടി വീട്ടുകാരെ ആക്രമിക്കുകയും ചെയ്തു. ലഹരിക്കടിമയായ കുട്ടിയെ നിലവിൽ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരമറിഞ്ഞിട്ടും എളമക്കര പോലീസ് CWCക്ക് റിപ്പോർട്ട് നൽകിയിട്ടില്ല. തുടർച്ചയായ ലഹരി ഉപയോഗം ആൺകുട്ടിയുടെ മാനസികാവസ്ഥയിൽ തന്നെ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. വീട്ടുകാരെ പോലും ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് കുട്ടിയെത്തി. രാത്രിയിൽ വീട്ടിൽ നിന്നും സൈക്കിൾ എടുത്തുകൊണ്ടാണ് കുട്ടി ലഹരി ഉപയോഗിക്കുന്നതിനായി പോയിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം കുട്ടിയെ കാണാതായതോടെ രാത്രിയിൽ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും കുട്ടിയെ കണ്ടെത്തുന്നത്. തുടർന്ന് കുട്ടിയിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി ഉപയോഗം കണ്ടെത്തിയത്. പിന്നാലെ ലഹരി വിമോചന കേന്ദ്രത്തിലേക്ക് കുട്ടിയെ മാറ്റുകയായിരുന്നു. ലഹരി ഉപയോഗം മാതാപിതാക്കൾ അറിഞ്ഞതോടെ കുട്ടി മാതാപിതാക്കളെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. താൻ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെന്നും എന്തെങ്കിലും പറഞ്ഞാൽ മാതാപിതാക്കൾ ഉൾപ്പെടെ ജയിലിൽ പോകുമെന്നുമായിരുന്നു 12 വയസ്സുകാരന്റെ ഭീഷണി. ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമാണ് 10 വയസ്സുകാരിയായ സഹോദരിക്ക് ലഹരി നൽകിയതായി 12 വയസ്സുകാരൻ വെളിപ്പെടുത്തുന്നത്. തുടർന്ന് സഹോദരിയെയും ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. നിലവിൽ കുട്ടി അക്രമാസക്തനായാണ് പെരുമാറുന്നത്. ലഹരിയുടെ ഉപയോഗം കുട്ടിയുടെ മാനസിക നില തകരാറിലാക്കിയെന്നാണ് നിലവിലെ വിവരം.